അർജന്റീനയും അൾജീരിയയും തമ്മിൽ നടന്ന ആവേശകരമായ ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ ഒരു റഫറിംഗ് തീരുമാനം ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മത്സരത്തിലെ വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനത്തിന്റെ തികച്ചും അപ്രതീക്ഷിതവും ഞെട്ടിക്കുന്നതുമായൊരു ഇടപെടലില്ലായ്മയാണ് ആരാധകരെയും കായിക നിരീക്ഷകരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്നത്. അർജന്റീന നായകൻ ലയണൽ മെസ്സിയും അൾജീരിയൻ പ്രതിരോധ താരം ഐസ മാൻഡിയും ഉൾപ്പെട്ട ഒരു സംഭവമാണ് ഈ വിവാദത്തിന് അടിസ്ഥാനം. മത്സരത്തിന്റെ 30-ാം മിനിറ്റിലായിരുന്നു ഈ നാടകീയമായ സംഭവം അരങ്ങേറിയത്. കളിക്കളത്തിലെ ഒരു നീക്കത്തിനിടെ മാൻഡിയുടെ കണങ്കാലിന് പിന്നിലായി മെസ്സി തന്റെ ബൂട്ടിന്റെ സ്റ്റഡ്സ് ഉപയോഗിച്ച് ശക്തമായി ചവിട്ടുകയായിരുന്നു. ഇത് വെറുമൊരു സാധാരണ ഫൗൾ ആയിരുന്നില്ല, മറിച്ച് അമിതമായ ശക്തി ഉപയോഗിച്ച് മാൻഡിയുടെ കാൽ അപകടകരമായ രീതിയിൽ വളയുന്ന തരത്തിലുള്ള ഒരു കടുത്ത ഫൗൾ തന്നെയായിരുന്നു. ഫുട്ബോൾ നിയമങ്ങൾ പ്രകാരം എതിർ കളിക്കാരന് ഗുരുതരമായി പരിക്കേൽക്കാൻ സാധ്യതയുള്ള ഇത്തരം നീക്കങ്ങൾക്ക് വലിയ കുറ്റമായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ കളിക്കളത്തിൽ ഏറ്റവും വലിയ അമ്പരപ്പ് സൃഷ്ടിച്ചത് റഫറിയുടെയും വാർ സംവിധാനത്തിന്റെയും പ്രതികരണമാണ്. ഒറ്റനോട്ടത്തിൽ തന്നെ ഇതൊരു വ്യക്തമായ ഫൗളും ഒരുപക്ഷെ ചുവപ്പ് കാർഡിന് അർഹതയും ഉണ്ടാകുന്ന കുറ്റമാണെന്ന് മനസ്സിലാക്കിയാമായിരുന്നു. എങ്കിലും ഓൺഫീൽഡ് റഫറിയോ ക്യാമറകളോ മത്സരം നിരീക്ഷിക്കുന്ന വാർ അധികാരികളോ മെസ്സിക്ക് ചുവപ്പ് കാർഡ് നൽകാൻ തയ്യാറായില്ല. അതിലും വലിയ അത്ഭുതം, ഇത്രയും അപകടകരമായൊരു ഫൗൾ ചെയ്തിട്ടും മെസ്സിക്കൊരു യെല്ലോ കാർഡ് പോലും നൽകി താക്കീത് ചെയ്യാൻ പോലും മാച്ച് ഒഫീഷ്യൽസ് മുതിർന്നില്ല എന്നതാണ്. സാങ്കേതികവിദ്യ ഇത്രത്തോളം പുരോഗമിച്ചിട്ടും ഫീൽഡിലെ ഓരോ ചെറിയ ചലനങ്ങളും ഒപ്പിയെടുക്കാൻ കഴിയുന്ന വമ്പൻ സംവിധാനങ്ങൾ നിലവിലുണ്ടായിട്ടും ഇത്തരം തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് ഫുട്ബോളിലെ റഫറിങ്ങിനെ കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എത്ര വലിയ താരമായാലും കളിക്കളത്തിലെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം എന്ന അടിസ്ഥാന തത്വമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും നടപടിയെടുക്കാത്തത് കളിയുടെ നീതിയെയും സത്യസന്ധതയും സാരമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.